നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മരണം ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് ഒളിച്ചോടാൻ നമ്മൾ മനുഷ്യർക്ക് കഴിയില്ല. എങ്കിലും സ്വന്തം മകൻ്റെ ജീവനറ്റ ദേഹം കണ്ടു നിൽക്കേണ്ടി വരുന്ന അമ്മ. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തലവൻ CJ റോയ് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ കേരളത്തിലായിരുന്നു. ശനിയാഴ്ച രാവിലെ തന്നെ അമ്മ ബംഗളൂരുവിലെത്തി. ദുബായിലായിരുന്ന ഭാര്യയും മക്കളും ബംഗളൂരുവിലേക്ക് തിരിച്ചു. മകനെ കണ്ട മാത്രയിൽ മകൻ്റെ ചലനമറ്റ മൃതദേഹം കണ്ട് പൊട്ടിക്കരയുന്ന CJ റോയിയുടെ അമ്മ ഇത് കണ്ടു നിന്നവരുടെ കണ്ണ് നിറയിച്ചു. എൻ്റെ പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു ആ പൊട്ടിക്കരച്ചിൽ. എനിക്ക് നിന്നെ മതിയായിരുന്നു എന്ന് പറയുന്ന സ്വന്തം അമ്മ പറയാതെ പറയുന്ന ചില വാക്കുകളുണ്ട്. പണമൊന്നുമല്ലടാ എനിക്ക് വേണ്ടത്, എനിക്ക് നിന്റെ ജീവനായിരുന്നു. ആ അമ്മയുടെ പൊട്ടിക്കരച്ചിൽ കണ്ട് CJ റോയിയുടെ ഭാര്യയും മക്കളും നിലവിട്ട് കരഞ്ഞു. പള്ളിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം സ്വന്തം റിസോർട്ടിലാണ് CJ റോയിയുടെ അന്ത്യവിശ്രമം. അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. ബംഗളൂരു ബന്നാർഘട്ടിലുള്ള തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട റിസോർട്ടിൽ തനിക്ക് അന്ത്യവിശ്രമം വേണമെന്ന്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് റോയിയുടെ മൃതദേഹം പൊതുദർശനത്തിനായി കൊണ്ടുവന്നത്. ശുശ്രൂഷകൾ നടക്കുന്നത് ബംഗളൂരു സെൻറ്റ് ജോസഫ്സ് പള്ളിയിൽ. CJ റോയിയുടെ സംസ്കാരത്തിന് ശേഷം 4 മണിയോടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് മാധ്യമങ്ങളെയും കാണും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തൻ്റെ കൺമുന്നിൽ വളർന്നു കയറുന്ന മകൻ്റെ ചിത്രം അതായിരിക്കാം അമ്മയുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. CJ റോയിയുടെ പിതാവിന് ബംഗളൂരുവിൽ പണ്ടൊരു ബേക്കറി ആയിരുന്നു. ആ ബേക്കറി നടത്തിപ്പും ഒരു സാധാരണ ജീവിതവുമൊക്കെയായി തുടർന്ന വെറും സാധാരണക്കാർ. എന്നാൽ അസാധാരണമായ ബിസിനസ് വളർച്ചയാണ് പിന്നീട് CJ റോയ് കരഗസ്ഥമാക്കിയത്. 20കളുടെ തുടക്കത്തിൽ നിൽക്കുന്ന 2 മക്കൾ, ഭാര്യ. CJ റോയ് ഈ ലോകത്തു നിന്ന് കടന്നു പോകുമ്പോൾ അദ്ദേഹം പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യം ഇനി ആര് നയിക്കും? കോറമംഗലയിലെ നെക്സസ് മാളിന് സമീപമാണ് CJ റോയിയുടെ അമ്മ താമസിക്കുന്നത്. CJ റോയ് ഭാര്യയും മക്കളുമൊത്ത് ദുബായിൽ. ഇടയ്ക്കിടെ ബംഗളൂരുവിലെത്തും. എന്നാൽ ബംഗളൂരുവിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് റോയ് താമസിക്കാറുള്ളത്. അമ്മയെ കാണാനെത്തും. എന്നാൽ അമ്മയോടൊപ്പം അപൂർവമായി മാത്രമേ താമസിക്കാറുള്ളൂ. ബംഗളൂരുവിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ മിക്കവാറും ITC ഗഡേനിയ പോലുള്ള ഹോട്ടലുകളിലാണ് പൊതുവെ CJ റോയ് താമസിക്കാറുള്ളത്. CJ റോയിയുടെ ഹോട്ടൽ താമസങ്ങളെക്കുറിച്ചൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ വീഡിയോകളിൽ വിശദമായി ഞാൻ പ്രതിപാദിച്ചിരുന്നു. ഒരു മുറി മാത്രമല്ല, ഒരു നിര മുറി CJ റോയ് അങ്ങ് ബുക്ക് ചെയ്തെടുക്കും. ഒപ്പം ആ ഫ്ലോറിലേക്ക് വരാനുള്ള ഫ്ലാറ്റും. എപ്പോഴും കയ്യിൽ ഒരു കൊച്ചു പെട്ടി കരുതിയിരിക്കും. ആ പെട്ടിക്കുള്ളിൽ പിസ്റ്റളായിരുന്നുവെന്നാണ് ഇപ്പോൾ CJ റോയിയുടെ ഏറ്റവും അടുപ്പക്കാർ പറയുന്നത്. എപ്പോഴും പിസ്റ്റളും ഡോക്കസുമുള്ള ഒരു ബ്രീഫ് കേസ് തൻ്റെ അടുത്ത് സൂക്ഷിച്ചിരുന്നു CJ റോയ്. എപ്പോഴെങ്കിലും ആ ബ്രീഫ് കേസ് മറന്നുപോയി എങ്കിൽ ഉറ്റ സഹായിയോട് പെട്ടെന്ന് എത്തിക്കാൻ പറയും. അത് അടുത്തില്ലാത്തപ്പോൾ വല്ലാത്ത അസ്വസ്ഥത. റോയിക്കൊപ്പം ഞാൻ വളരെയേറെ കാലം പ്രവർത്തിച്ചു. അദ്ദേഹം ഒരിക്കലും ഒരു ദുർബല ഹൃദയനായി എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മരണം ഒരു ഞെട്ടലാണ് തന്നിൽ ഉളവാക്കിയത് എന്ന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് MD TA ജോസഫ് പറയുന്നു. ഇതൊരു അസ്വാഭാവിക മരണമാണ് എന്ന് ബംഗളൂരു പോലീസ്. കുടുംബാംഗങ്ങൾ പുതിയ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രത്യേക FIR രജിസ്റ്റർ ചെയ്യുമെന്നാണ് പോലീസിൻ്റെ നിലപാട്. CJ റോയിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടം തൻ്റെ ബെന്നാർഘട്ടിലുള്ള നേച്ചേഴ്സ് ലക്ഷറി റിസോർട്ടാണ്. ഈ റിസോർട്ടിൽ CJ റോയ് എത്തുമ്പോൾ അദ്ദേഹത്തോടൊപ്പം വലിയൊരു സംഘം തന്നെ ഉണ്ടാകും. അവിടെ പ്രത്യേകമായി തയ്യാറാക്കിയ സ്ഥലത്താണ് ഇനി അന്ത്യവിശ്രമം. ദുബായിൽ നിന്നെത്തിയ ഭാര്യ ലിനിയും മക്കളായ രോഹിത്, റിയ എന്നിവരും ചടങ്ങുകളിൽ സംബന്ധിച്ചു. വെറുമൊരു ആദായ നികുതി വകുപ്പ് പരിശോധന മാത്രം റോയിയുടെ മരണകാരണമാകില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിലപ്പുറം തികഞ്ഞ ദുരൂഹത. CJ റോയിയുടെ മരണത്തിൽ ഇനി വെളിപ്പെടുത്തലുകൾ നടത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമാണ്. 20കളുടെ തുടക്കത്തിൽ നിൽക്കുന്ന മക്കൾക്ക് എത്രമാത്രം ഈ സങ്കീർണ ഘട്ടം അതിജീവിക്കാൻ കഴിയും? എന്നാൽ അദ്ദേഹത്തിൻ്റെ മാതാവ് വിങ്ങിപ്പൊട്ടുമ്പോൾ നമ്മൾ തളർന്നു പോകും. മരണത്തിലേക്ക് CJ റോയ് കടന്നുപോയത് മാതാവുമായി സംസാരിക്കാൻ എന്ന് കള്ളപ്പറഞ്ഞാണ്. തൻ്റെ ക്യാബിനിലേക്ക് CJ റോയ് പോകുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന MD TA ജോസഫിനോട് അദ്ദേഹം പറഞ്ഞത് അമ്മയുമായി തനിക്ക് ഒന്ന് സ്വസ്ഥമായി സംസാരിക്കണമെന്നാണ്. ബെന്നാർഘട്ടയിലെ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിലേക്ക് 100 കണക്കിന് ആളുകൾ എത്തി. മിക്കവരും ബിസിനസ്സുകാർ. പലർക്കും CJ റോയിയുടെ മരണം വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അടുത്ത് നിൽക്കുന്നവർക്ക് പോലും എപ്പോഴും ഒരു ദുരൂഹത കലർന്ന പെരുമാറ്റമായിരുന്നു CJ റോയിയുടേത് എന്ന് ചില സുഹൃത്തുക്കൾ പറയുന്നു. അദ്ദേഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കർണാടക സർക്കാർ DIG വംശികൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിലാണ് അന്വേഷണ ചുമതല. ജോയിന്റ് കമ്മീഷണറും 2 SP മാരും അന്വേഷണ സംഘത്തിനൊപ്പമുണ്ട്.
ഇതിനൊപ്പം കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളും കളത്തിലിറങ്ങി. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദമാണ് CJ റോയിയുടെ മരണം സൃഷ്ടിച്ചിരിക്കുന്നത്. വൻ വ്യവസായികളെയും വ്യവസായ സാമ്രാജ്യങ്ങളെയും ഒക്കെ വേട്ടയാടുകയാണ് കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികൾ എന്നത് കുറെ കാലമായി ഉയർന്നു നിന്നിരുന്ന ആരോപണമാണ്. എന്നാൽ മരണത്തിന് തൊട്ടുമുൻപ് CJ റോയിയെ തങ്ങൾ ചോദ്യം ചെയ്തിരുന്നില്ല, സമ്മർദ്ദമുണ്ടാക്കുന്ന യാതൊരുവിധ പരിശോധനകളും നടത്തിയിരുന്നില്ല എന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത CCTV ദൃശ്യങ്ങളിലും ഇത് വ്യക്തമാണത്രേ. പിന്നെ എന്തിനാണ് CJ റോയി ആത്മഹത്യ ചെയ്തത്? അതോ ആ മുറിക്കുള്ളിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഇപ്പോഴും ഒളിച്ചിരിപ്പുണ്ടോ? മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് തുടങ്ങിയ പരിശോധനകളായിരുന്നു ബംഗളൂരു ഓഫീസിൽ നടത്തിയത് എന്ന് ആദായനികുതി വകുപ്പ് പറയുന്നു. ചോദ്യം ചെയ്യലുകളിലും പരിശോധനകളിലുമൊക്കെ CJ റോയി കൃത്യമായ മറുപടി നൽകി. തങ്ങളോട് കോൺഫറൻസ് റൂമിലിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ക്യാബിനിലേക്ക് കയറിയത്. കടന്നുവന്ന വഴികൾ അത്ര സുഖകരമായിരുന്നില്ല CJ റോയിയെ സംബന്ധിച്ച്. മുള്ളും കല്ലുമൊക്കെ നിറഞ്ഞ വഴികൾ. അതിലൂടെ ചവിട്ടിക്കയറിയ CJ റോയി എന്തുകൊണ്ട് ഒരു നിമിഷത്തെ മാനസിക വിഭ്രാന്തിയിൽ മരണം തെരഞ്ഞെടുത്തു എന്നത് വലിയ ചോദ്യമാണ്. ഇവിടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ MD TA ജോസഫിൻ്റെ വാക്കുകൾ കൂടി ഒന്ന് ചേർത്ത് വെക്കണം. അത്ര ദുർബല ഹൃദയനല്ല CJ റോയി. CJ റോയിക്ക് മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നോ എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 2019 ശേഷമുള്ള സാമ്പത്തിക ഇടപാടുകൾ സെൻട്രൽ എക്കോണമിക് ഇന്റലിജൻസ് ബ്യൂറോയുടെ കർശന നിരീക്ഷണത്തിന് വിധേയമായിരുന്നു. ഇതായിരുന്നു റോയിയെ ഭയപ്പെടുത്തിയത്. CJ റോയിയുടെ മരണത്തിന് പിന്നാലെ ഒട്ടനവധി സംശയങ്ങൾ ഉയരുന്നു. ബംഗളൂരു കേന്ദ്രീകരിച്ച് 6 റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളിലാണ് ആദായനികുതി വകുപ്പ് തുടർ പരിശോധനകൾ നടത്തിയത്. എന്നിട്ടും CJ റോയി മാത്രം എന്തുകൊണ്ട് പരിഭ്രമിച്ചു? ഒരു കുടുംബം പൊട്ടിക്കരയുമ്പോൾ നമ്മൾ ചിലതൊക്കെ തിരിച്ചറിയും. പണവും ആഡംബര സമൃദ്ധിയുമല്ല, നല്ല കുടുംബജീവിതവും അതിലപ്പുറം സമാധാനവുമാണ് മിക്കവരും ആഗ്രഹിക്കുന്നത്. അതാണ് ആത്യന്തികമായി അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടത്. ഉയർന്ന മൂല്യം അതുതന്നെയാണ് ഓരോ കുടുംബവും വരും തലമുറയ്ക്ക് വേണ്ടി ഒരു നിക്ഷേപമെന്ന നിലയിൽ കരുതി വെക്കേണ്ടത്. വെട്ടിപ്പിടിച്ചതൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് 57-ാം വയസ്സിൽ ഈ ലോകം വിട്ട് CJ റോയി കടന്നു പോകുമ്പോൾ ചില സുപ്രധാന ചോദ്യങ്ങൾ വ്യക്തി എന്ന നിലയിൽ നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നു. CJ റോയിയുടെ മരണത്തെക്കുറിച്ച് ജെറി പൂവക്കാല കുറിക്കുന്നതിങ്ങനെ: CJ റോയി ആഡംബരത്തിൻ്റെ കൊടുമുഴിയിൽ നിന്ന് ദുരൂഹതകളുടെ ആഴങ്ങളിലേക്കുള്ളൊരു വീഴ്ച. ബംഗളൂരുവിലെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ അപ്രതീക്ഷിത വിയോഗം ബിസിനസ് ലോകത്തെയും മലയാളികളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആഡംബരത്തിൻ്റെ അവസാന വാക്കായി അറിയപ്പെട്ടിരുന്ന റോയി തൻ്റെ 57-ാം വയസ്സിൽ സ്വന്തം പിസ്റ്റൾ ഉപയോഗിച്ച് ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അവശേഷിക്കുന്നത് നിരവധി ചോദ്യങ്ങൾ. ബേക്കറിയിൽ നിന്ന് ശതകോടീശ്വരനിലേക്ക് തൃശൂർ സ്വദേശിയായ CJ റോയിയുടെ വളർച്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ബംഗളൂരുവിൽ ഒരു സാധാരണ ബേക്കറി നടത്തിയിരുന്ന പിതാവിൻ്റെ മകൻ വെറും 20 വർഷം കൊണ്ട് 8,000 കോടിയിലധികം ആസ്തിയുള്ള ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തു. 2006 കോൺഫിഡന്റ് ഗ്രൂപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ തന്ത്രങ്ങൾ അദ്ദേഹം പഠിച്ചെടുത്തു. സർജാപൂരിലും ഹോസ്കോട്ടിലും അദ്ദേഹം നടത്തിയ ദീർഘവീക്ഷണമുള്ള ഭൂമി ഇടപാടുകൾ അദ്ദേഹത്തിൻ്റെ വളർച്ചയെ ഉച്ചിയിലെത്തിച്ചു. ഭയം നിഴൽ പോലെ പിന്തുടർന്ന ജീവിതം. പുറം ലോകത്തു നിന്ന് റോയി ഒരു സൂപ്പർമാൻ ആയിരുന്നെങ്കിലും ഉള്ളിൽ അദ്ദേഹം എന്തിനൊക്കെയോ ഭയപ്പെട്ടിരുന്നതായി അടുത്ത സുഹൃത്തുക്കൾ വെളിപ്പെടുത്തുന്നു. സുരക്ഷാഭ്രാന്ത്. ബംഗളൂരുവിലെ ആഡംബര ഹോട്ടലുകളിൽ താമസിക്കുമ്പോൾ ഒരു ഫ്ലോറിലെ മുഴുവൻ മുറികളും അദ്ദേഹം ബുക്ക് ചെയ്തിരുന്നു. തനിക്ക് മാത്രമായി പ്രത്യേക ലിഫ്റ്റ് വേണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചിരുന്നു. അകമ്പടി. നഗരത്തിലൂടെയുള്ള യാത്രകളിൽ 15ഓളം ബോഡി ഗാർഡുകൾ എപ്പോഴും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണം. CJ റോയിയുടെ ബിസിനസ് ഇടപാടുകൾ കുറച്ചുകാലമായി ഇൻകം ടാക്സ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിവയുടെ നിരീക്ഷണത്തിലായിരുന്നു. ദുബായ് ബന്ധം. കഴിഞ്ഞ നവംബറിൽ ദുബായിൽ അദ്ദേഹം സംഘടിപ്പിച്ച ആഡംബര പാർട്ടി കേന്ദ്ര ഏജൻസികളുടെ സംശയം വർദ്ധിപ്പിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കള്ളപ്പണം ദുബായിലേക്ക് കടത്തുന്നതായി ഉദ്യോഗസ്ഥർ സംശയിച്ചു. സിനിമാ ലോകം. മലയാളത്തിലെ പ്രമുഖ നടന്മാരുമായി റോയിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. സിനിമാ മേഖലയിലെ കള്ളപ്പണ ഇടപാടുകളിൽ റോയിക്ക് പങ്കുണ്ടോ എന്നും കേന്ദ്ര ഏജൻസികൾ പരിശോധിച്ചു വരികയായിരുന്നു. അഭിമാനക്ഷതം ഭയന്നോ? മരിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ റോയിയുടെ വീടുകളിലും ഓഫീസുകളിലും ആദായനികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. 1 മാസമായി അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയായിരുന്നു എന്ന റിപ്പോർട്ടുകൾ. എപ്പോഴും സോഷ്യൽ മീഡിയയിൽ സീറോ ഡെപ്ത് ബിസിനസ്സുകാരനായി സ്വയം അവതരിപ്പിച്ചിരുന്ന റോയിക്ക് ജയിൽവാസവും അഭിമാനക്ഷതവും താങ്ങാനായില്ല എന്ന് കരുതപ്പെടുന്നു. പോയിന്റ് ബ്ലാക്കിൽ സ്വന്തം നെഞ്ചിലേക്ക് വെടിയുതിർത്ത് അദ്ദേഹം മരണം വരിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനിടയിൽ ഭയം അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. CJ റോയി എന്തിനെയാണ് ഭയപ്പെട്ടത്? ഒരു കൊലക്കത്തി അദ്ദേഹത്തിന് പിന്നാലെയുണ്ട്, ഒരു വെടിയുണ്ട അദ്ദേഹത്തിന് ചുറ്റുമുണ്ടെന്ന്
അദ്ദേഹം എപ്പോഴും ഭയപ്പെട്ടിരുന്നു. നമ്മുടെ പ്രവൃത്തികൾ തന്നെയാണ് ഭയത്തിനുള്ള അടിസ്ഥാനം. CJ റോയിയുടെ ഇന്നലകൾ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയും മക്കളുമൊക്കെ ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ ഇതൊക്കെ കണ്ട് നിസ്സംഗതയോടെ നിൽക്കാനും നമുക്ക് കഴിയൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.